പാതക്ക് സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് 2000 കോടി രൂപയാണ്. അതിന്റെ കംപ്ലീറ്റ് പണി പൂർത്തിയാകുമ്പോഴേക്ക് ഇത് 100 കോടി രൂപയുണ്ടെങ്കിൽ ഈ റോഡ് കൃത്യമായിട്ട് പണി പൂർത്തിയാക്കാൻ കഴിയും. പ്രേക്ഷകർ ആലോചിക്കൂ, 2000 കോടി രൂപയുടെ ഒരു തുരങ്കപാത വേണമോ, അതല്ല 100 കോടി രൂപയുടെ ഇനി ഏകദേശം 7 കിലോമീറ്റർ മാത്രം പണി കഴിപ്പിക്കാനുള്ള റോഡ് വേണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് വേണമെങ്കിൽ പരിസ്ഥിതി ഫണ്ടമെന്റലിസ്റ്റ് ആവാം. അങ്ങനെ പരിസ്ഥിതി ഫണ്ടമെന്റലിസ്റ്റ് ആയി നിന്നാൽ ഒരു ജനതയെ പൂർണ്ണമായിട്ട് നമ്മൾ ഒറ്റുകൊടുക്കുന്നതിന് സമമാവും. ഇത്രയും വലിയ നിങ്ങൾ ആ കൃത്യമായ കണക്കുകളിലൂടെ പോയാൽ 20% സ്ഥലമേ വയനാട്ടിലുള്ളൂ എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. ബാക്കി 80% വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശരിയാണ്, വന്യമൃഗങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആ പരിസരങ്ങളെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെയുള്ള മനുഷ്യരുടെ കാര്യം ആര് നോക്കും? അവരുടെ കൃഷി നഷ്ടപ്പെട്ടു, അവരുടെ ഉപജീവന മാർഗമായ ടൂറിസം പല പല മേഖലകളിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഈ നാട്ടുകാർ നമ്മളോട് വളരെ ആശങ്കയോടുകൂടി പ്രതികരിക്കുന്നത്. ഈ സർക്കാരെങ്കിലും ഈ 30 വർഷമായി തുടരുന്ന അനിശ്ചിതത്വത്തിന് പരിഹാരം കാണണം, അല്ലേ? ഇതിലെ വിഷയം എന്ന് വെച്ചാൽ ഈ ബദൽപാത മറ്റ് ബദൽപാതയൊക്കെ ഇനി ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന റോഡാണിത്. മാത്രമല്ല രണ്ടറ്റവും മുട്ടിക്കിടക്കുന്ന റോഡാണ്. ഇതിന്റെ പ്രത്യേകത അതാണ്. ഇതിന് സർവേ വേണ്ട, ഇതിന്റെ പണി മാത്രം പൂർത്തീകരിച്ചാൽ മതി. മറ്റുള്ളതിനൊക്കെ സർവേ നടത്തണം. ഇതിന് സർവേ ഒന്നും വേണ്ട, എല്ലാ പണിയും പൂർത്തിയാക്കിയതാണ്. ഇതിന് ചുരം ഡിവിഷൻ എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പിൽ ഇതിന് സ്പെഷ്യലായിട്ട് ഓഫീസ് വരെ ഉണ്ട്. അതൊക്കെ ഉള്ള സ്ഥിതിക്ക് മറ്റതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലേ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചുരം ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറും. കാരണം അതുവഴി ചരക്ക് വാഹനങ്ങൾക്ക് വരേണ്ടതില്ല. അതായത് ചരക്ക് വാഹനങ്ങൾക്ക് നീങ്ങാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഈ ചുരം വഴിയുള്ള ഈ ചരക്ക് വാഹനങ്ങളുടെ നീക്കം വളരെ അപകടകരമാണെന്നും ഫ്രജയിലായിരിക്കുന്ന ലോലമായിരിക്കുന്ന ഒരു പരിസ്ഥിതി പ്രദേശത്തോടു കൂടി ഇത്രയും അധികം ഭാരം വഹിച്ച വാഹനങ്ങൾ ചുരത്തിലൂടെ പോകുന്നത് ശരിയല്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. അവിടെയാണ് ആ ചരക്ക് നീക്കം സുഗമമാക്കാൻ കഴിയുന്ന ഒരു പാത നമ്മുടെ മുന്നിൽ 7 കിലോമീറ്റർ മാത്രം അകലെ നിൽക്കുമ്പോൾ അതെന്തുകൊണ്ട് വലിയ താല്പര്യത്തോടു കൂടി ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു നഗരവും പിന്നോട്ടടിക്കപ്പെടുമെന്നൊരു നിലപാടും നമുക്കില്ല. തീർച്ചയായും എല്ലാ നഗരങ്ങളും എല്ലാ ടൗൺഷിപ്പുകളും വളരണം, എല്ലാ പ്രദേശങ്ങളും വളരണം. മാത്രവുമല്ല അവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ, അല്ലലുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ റോഡ് വരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? എന്തായാലും ഡാം ഉടനെ തുറക്കും. സന്തോഷമായില്ലേ തൽക്കാലം, ഇല്ലേ? അപ്പോൾ കച്ചവടമൊക്കെ നടക്കട്ടെ ഉഷാറായിട്ട്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരട്ടെ, ജീവിതം ഒന്ന് സമാധാനമാവട്ടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ ഭാര്യ 2 പിള്ളേർ. മക്കൾ എന്ത് ചെയ്യുന്നു? ഒരാളെ കല്യാണം കഴിഞ്ഞു, ഒരാൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉഷാറാവട്ടെ. അപ്പോൾ ചെറിയ ഇതേപോലുള്ള കച്ചവടക്കാർ, സാധാരണ കുടുംബശ്രീയിൽപ്പെട്ട മനുഷ്യർ, അവരുടെയൊക്കെ ആശങ്കകളാണ് നമ്മൾ ഈ വാർത്താപ്രഭാതത്തിൽ പ്രേക്ഷകരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിന് മുന്നിലുള്ള പ്രതിഷേധം എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് സാനിയോ മുനോബി അവിടെ തത്സമയം തുടരുന്നുണ്ട്. ഇവർക്ക് നമുക്ക് ഇറങ്ങിയാലോ? അപ്പോൾ ഞങ്ങൾ ഇനി പടിഞ്ഞാറത്തറ റോഡ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോവുകയാണ്. പടിഞ്ഞാറത്തറ മുതൽ പൂഴിത്തോട് വരെയുള്ള ആ റോഡ് തുടങ്ങുന്ന പ്രദേശത്തേക്കാണ് പോകുന്നത്. വയനാടിനോടൊപ്പം നിന്നുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തത്സമയം നമ്മൾ എത്തിക്കുകയാണ്. നമസ്കാരം ചേട്ടാ. നല്ല കളറുള്ള ഉടുപ്പാണല്ലോ. ഉടുപ്പിട്ടപ്പോ ഒരു 10 വയസ്സ് കുറഞ്ഞു. ഇങ്ങനെ ടി വിയിൽ കാണുമ്പോ ഒന്ന് നേരിട്ട് കാണണമെന്ന് റങ്കുണ്ടായില്ല. അയ്യോ, സന്തോഷം. കണ്ടല്ലോ, സന്തോഷം. എന്താ പേര്? എന്റെ പേര് ഹംസ. എവിടെ വീട്? ഞാൻ ഇവിടെ തന്നെയാ അല്ലേ? നമ്മൾ ഈ ഡാം തുറക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയുമായിട്ട് ഇറങ്ങിയതാ. മന്ത്രി ഇപ്പൊ അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഡാം ഉടനെ തുറക്കും. പിന്നെ റോഡിന്റെ കാര്യത്തിൽ ഇനിയിപ്പോ നമ്മൾ ക്ലിയർ ആക്കാൻ നോക്കി നമ്മൾ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡാം തുറന്നാൽ മാത്രം പോരാ, റോഡാണ് മെയിൻ. ഒരു അസുഖം വന്നാൽ കോഴിക്കോട് എത്താനുള്ള ബുദ്ധിമുട്ടാണ് അധിക പ്രശ്നം. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ കോഴിക്കോട് ചുരത്തിൽ കൂടി യാത്ര ചെയ്ത് മെഞ്ഞാന്ന് 2 മണിക്കൂറാണ് രാത്രി ബ്ലോക്ക് ആയത്. അത് ആംബുലൻസ് വന്നിട്ട് ഒരു വഴിക്കും പോകാനില്ല, ബൈക്ക് പോലും കടന്നു പോകാത്ത രൂപത്തിൽ റോഡ് എന്തായാലും വേണം. തീർച്ചയായിട്ടും നമ്മൾ ആ റോഡിന്റെ തുടക്കത്തിലേക്ക് ഒന്ന് പോകാം. ഈ പടിഞ്ഞാറത്തറ റോഡ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോവുകയാണ്.